എല്ലാ സ്നേഹം നിറഞ്ഞ കൂട്ടുകാർക്കും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇലക്ഷൻ്റെ ആ ക്ലൈമാക്സിലേക്ക് എത്താൻ പോവുകയാണ്. 1-ാം തീയതിയാണ് അതിൻ്റെ എക്സിറ്റ് പോൾ വരിക. അപ്പോൾ 3-ാം തീയതി അതിൻ്റെ ഇമ്പാക്റ്റ് മാർക്കറ്റിലുണ്ടാവും. അതുകൂടാതെ 4-ാം തീയതിയാണ് വോട്ടെണ്ണൽ. അപ്പോൾ 4-ാം തീയതിയും ചെറിയ രീതിയിൽ ഉള്ള എഫക്റ്റ് മാർക്കറ്റിലുണ്ടാവും. അതായത് എക്സിറ്റ് പോൾ പോലെ തന്നെ 4-ാം തീയതി റിസൾട്ട് ഉണ്ടെങ്കിൽ അതിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. പക്ഷേ എക്സിറ്റ് പോളിന് വിപരീതമായിട്ടാണ് 4-ാം തീയതി മാർക്കറ്റ് എന്ന് വെച്ചാൽ അവിടെ 4-ാം തീയതി അപ്പോൾ നല്ല രീതിയിലുള്ള വോളട്ടിലിറ്റി മാർക്കറ്റിൽ കാണിക്കും. അപ്പോൾ ഇങ്ങനെ മാർക്കറ്റിൽ വോളട്ടിലിറ്റി കാണിക്കുമ്പോൾ അഥവാ മാർക്കറ്റ് താഴ്ന്നു കഴിഞ്ഞാൽ താഴ്ന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കി വെക്കേണ്ട 22 പക്ക ഷെയർസാണ്. അതായത് അടിപൊളി നല്ല സൂപ്പർ ഫണ്ടമെൻ്റൽ സ്ട്രോങ് ആയ 22 നല്ല ഷെയർസാണ്. അപ്പോൾ ആര് ജയിക്കുമെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. കാരണം NDA മുന്നണിയെ പിന്തുണയ്ക്കുന്നവർ പറയപ്പെടുന്ന കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് ഭരണവിരുദ്ധ വികാരങ്ങൾ ഉണ്ട് മാർക്കറ്റിൽ. അതുകൂടാതെ അവർ വിജയിക്കുന്ന കാരണങ്ങളുണ്ട്. അതുകൂടാതെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് നോക്കിയാൽ അറിയാം വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് കിടക്കുന്നു. അതായത് ഡൽഹിയിലും UP-യിലെ ചില മണ്ഡലങ്ങളിലൊക്കെ BJP ജയിക്കാൻ കാരണം അവിടെ ചില മണ്ഡലങ്ങളിൽ 5000-ൽ താഴെയൊക്കെ ഭൂരിപക്ഷം ഉള്ളൂ എന്നാണ് NDA മുന്നണിയെ അംഗീകരിക്കുന്നവർ പറയുന്നത്. അപ്പോൾ അവിടെ ഈ പ്രാവശ്യം 2000-ന് താഴെയൊക്കെ ലീഡ് ചെയ്യുമ്പോൾ ഇപ്രാവശ്യം അവിടെ കഴിഞ്ഞ പ്രാവശ്യം അവിടെ സ്പ്ലിറ്റായിരുന്നു. അതായത് കോൺഗ്രസ് BSP SP ഒക്കെ സ്പ്ലിറ്റ് ചെയ്ത് നിന്നുകൊണ്ട് വോട്ട് സ്പ്ലിറ്റായിപ്പോൾ ഇപ്രാവശ്യം ആ മുന്നണി ഒന്നായതുകൊണ്ട് വോട്ടുകൾ ഓരോടത്തേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ അത് BJP-നെ തടഞ്ഞു നിർത്താൻ സാധിക്കുമെന്നാണ് NDA മുന്നണിയെ അംഗീകരിക്കുന്നവർ പറയുന്നത്. പക്ഷെ BJP മുന്നണിയെ അംഗീകരിക്കുന്നത് പറയുന്നതോ അവർ പറയുന്നത് വെച്ചാൽ NDA മുന്നണി എന്ന് പറയുന്നത് ഒരു ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു സാമ്പാർ മുന്നണി, ഒരു അവിയൽ മുന്നണി, അതായത് കെട്ടുറപ്പില്ലാത്ത കുറേ കക്ഷികൾ ചേർന്നിട്ടുള്ള ഒരു മുന്നണി. അതാണ് ഇത്. പിന്നെ വ്യക്തമായ പ്രകടന പത്രിക ഈ മുന്നണിക്ക് ഇല്ല. ഓരോ രാഷ്ട്രീയ പാർട്ടിയും ഓരോരോ പ്രകടന പത്രിക ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൂടാതെ മൂന്നാമത്തെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടാനായിട്ട് NDA മുന്നണിക്ക് സാധിച്ചിട്ടില്ല. നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ പറയുന്നത് NDA മുന്നണിക്ക് അഥവാ ഇവർ ജയിക്കുകയാണെങ്കിൽ തന്നെ ഒരു 1.5 വർഷം കൊണ്ട് തന്നെ ഈ മന്ത്രിസഭ താഴെ വീഴുമെന്നാണ് BJP അനുകൂലികൾ പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്നും പ്രൊഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അനുകൂലിക്കുന്നവർ ഓരോ മുന്നണി അനുകൂലിക്കുന്ന അവരുടെ വിശകലനവും അവരുടേതായ ന്യായവാദങ്ങളും പറയാനുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ചാൽ സപ്പോസ് മാർക്കറ്റ് എങ്ങാനും വീണ് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാൻ പറ്റിയ ഫണ്ടമെൻ്റലി അല്ലെങ്കിൽ ടെക്നിക്കൽ നമ്മൾ ചാർട്ടൊക്കെ വെച്ചിട്ട് വാങ്ങാൻ പറ്റിയ 22 ഷെയർസിനെ കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. നമ്മുടെ ആദ്യത്തെ ഷെയർ കൺസ്യൂമർ, അതായത് FMCG സെക്ടറിൽ ഉള്ള ഒരു 5 ഷെയർസാണ്. അതിന് ആദ്യത്തെ ഷെയറാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ ചാർട്ട് നമ്മൾ നോക്കിയാൽ കാണാനായിട്ട് ഈ മന്ത്ലി ചാർട്ടാണ് ഇത് നമ്മൾ കാണുന്നത്. കൃത്യമായിട്ട് ഓരോ കയറ്റിക്കൊണ്ടേ ഇരിക്കുന്ന ചെറിയ കറക്ഷൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. ഈ ലാസ്റ്റ് ടൈമിൽ മാത്രമാണ് ഒരു കൺസോളിഡേഷനിൽ ഈ ചാർട്ട് നിൽക്കുന്നത്. ഇവിടെ ഒരു കൺസോളിഡേഷൻ. അതിന് മുമ്പത്തെ ചാർട്ടൊക്കെ നോക്കിയാൽ നമുക്കറിയാം നല്ലൊരു ലോങ് ടേമിൽ എടുത്തു കഴിഞ്ഞാൽ ബുള്ളിഷാണ്. ചെറിയൊരു കൺസോളിഡേഷൻ ഇവിടെ വന്നെങ്കിൽ കൂടിയും ലോങ് ടേമിലേക്ക് ഈ ഷെയർ ബുള്ളിഷാണ്. അപ്പോൾ ഇനി എങ്ങാനും മാർക്കറ്റ് താഴുകയാണെങ്കിൽ നമുക്കിത് നല്ല രീതിയിലൊരു ബൈ ചെയ്യാവുന്നതാണ്. ലോങ് ടേമിലേക്കാണ് പറയുന്നത്, ഒരു ഷോർട്ട് ടേമിലേക്ക് ഒരാഴ്ചയ്ക്കോ 2 ആഴ്ചയ്ക്കോ 6 മാസത്തേക്കോ അല്ല, ലോങ് ടേം വ്യൂയിലേക്കാണ് പറയുന്നത്. അപ്പോൾ ഹിന്ദുസ്ഥാൻ ലിവറും നമ്മൾ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ ഫണ്ടമെൻ്റലി നമ്മൾ അറിയാലോ ഇതിൻ്റെ ഹിന്ദുസ്ഥാൻ ലിവറിൻ്റെ മിക്ക ഐറ്റംസും നമ്മൾ ഉപയോഗിക്കുക. ലക്സ് സോപ്പ്, ലൈബോയ് സോപ്പ്, സൺലൈറ്റ്, സർഫ്, അതുപോലുള്ള ഒട്ടുമിക്ക നമ്മളെ നിത്യോപയോഗ വസ്തുക്കളും ഹിന്ദുസ്ഥാൻ ലിവറിൻ്റേതായിട്ട് ഉണ്ട്. അപ്പോൾ ഹിന്ദുസ്ഥാൻ ലിവറും നമുക്ക് നമ്മളുടേതായ വാച്ച് ലിസ്റ്റിൽ ഇടാവുന്നതാണ്.
അത് മാർക്കറ്റ് ഇടിയുകയാണെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അത്. അവിടെ നിന്ന് അത് കയറി വരും. കാരണം നമ്മൾ ഇന്ത്യ രാജ്യത്തെ മിക്ക ആളുകളും നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ഇവരെ കയ്യിലുള്ളത്. ഇനി അടുത്ത ഷെയർ നമ്മൾ നോക്കുമ്പോൾ ഡാബറാണ്. ഡാബറും അത് നമുക്ക് നോക്കിയാൽ അറിയാം, ഡാബറിൻ്റെ വളരെ വിപുലമായ കൺസ്യൂമർ ശ്രേണിയാണ് നമ്മളിൽ ആയുർവേദ ഉൽപ്പന്നങ്ങളുള്ള വിപുലമായ കൺസ്യൂമർ ഉൽപ്പന്നങ്ങളാണ് ഡാബറിലും ഉള്ളത്. ഡാബറിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ഡാബറിൻ്റെ ബ്രാൻഡുകൾ അടിച്ചു കൊടുത്താൽ കണ്ട ഡാബർ റെഡ് പേസ്റ്റ്, ബബൂല്, അതുകൂടാതെ ഡാബർ പുടിൻ ഹെയർ, ഡാബർ ആൽമണ്ട് ഹെയർ ഓയിൽ, ആംല ഹെയർ ഓയിൽ, അതുകൂടാതെ സ്കിൻ കെയർ, ഡാബർ ഹണി, അങ്ങനെ വ്യത്യസ്തമായ അനേകം പ്രൊഡക്റ്റുകൾ ഡാബറിലുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഡാബറിൻ്റെ ചാർട്ട് നോക്കിയാൽ കാണാൻ പറ്റും. കൃത്യമായിട്ട് നമുക്ക് നോക്കിയാൽ അറിയാം, കൃത്യമായ ബുള്ളിഷ് ട്രെൻഡിലാണ്. മാർക്കറ്റിൽ എന്ത് വന്നാലും കൊറോണ സമയത്ത് എല്ലാതും ബുള്ളിഷ് ട്രെൻഡിലാണ്. ഇപ്പോൾ ഒരു നാരോ റേഞ്ചിൽ നിൽക്കുകയാണ് ഡാബർ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഡാബറിൻ്റെ ചാർട്ടാണ്. ഡാബറിൻ്റെ ചാർട്ട് നമുക്ക് നോക്കിയാൽ കൃത്യമായിട്ട് നമുക്ക് ഇതിൽ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, കൃത്യമായിട്ട് ബുള്ളിഷ് മൂവ്മെൻറ്റിൽ തന്നെ ചാർട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ കറക്ഷൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. കണ്ട ബുള്ളിഷ് ഇപ്പോൾ ഒരു കൺസോളിഡേഷൻ അല്ല, ഒരു നാരോ റേഞ്ച് കുറച്ച് നാളായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരു മാർക്കറ്റ് എങ്ങാനും ഇടിയുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അവിടെ നിന്ന് ഇവൻ കയറി പോകാനായിട്ട് സാധിക്കും. കാരണം നല്ല ആയുർവേദ ഉൽപ്പന്നങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന മിക്ക ഉൽപ്പന്നങ്ങളും ഡാബറിൻ്റേതായിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ നോക്കിയാൽ നമ്മൾ എടുത്താലും മാരിക്കയാണ്. മാരിക്കരെ നമ്മൾ വെബ്സൈറ്റിൽ പോയാൽ തന്നെ അവർ ബ്രാൻഡിൽ അടിച്ചു കൊടുത്താൽ തന്നെ നമുക്കറിയാൻ കഴിയും. വ്യത്യസ്തമായ ബ്രാൻഡ് നമ്മൾ മിക്കവരും ഉപയോഗിക്കുന്ന പാരച്യൂട്ട് എന്ന് പറയുന്ന വെളിച്ചെണ്ണ മാരിക്കോയിലാണ്. അതുകൂടാതെ നല്ല കുറേ പ്രൊഡക്റ്റുകളും മാരിക്കോയിൽ കമ്പനിയുടേതായിട്ട് ഉണ്ട്. അപ്പോൾ ആ മാരിക്കോയുടെ ചാർട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ മാരിക്കോയുടെ ചാർട്ട് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. കൃത്യമായിട്ട് ഒരു ബുള്ളിഷ് ട്രെൻഡിലുള്ള ചാർട്ടാണ്. ഇവിടെ കൊറോണ ടൈമിൽ ഒന്ന് താഴ്ന്നു, വീണ്ടും കയറി ഒരു കൺസോളിഡേഷൻ നിൽക്കുന്നു, ഇപ്പോൾ ബ്രേക്ക് ഔട്ട് നിൽക്കുന്നു മന്ത്ലി ചാർട്ട്. അപ്പോൾ ഇനിയും ഒരു താഴേക്ക് ഇടങ്ങിയ തന്നെ നമുക്ക് ഏകദേശം ഒരു 400 അടുത്തൊരു സപ്പോർട്ട് പോയിന്റ് ഇവിടെ കാണുന്നുണ്ട്. ചിലപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ ഇറങ്ങുകയാണെങ്കിൽ 400 വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബൈ എൻട്രി എടുക്കാവുന്നതാണ്. അപ്പോൾ ലോങ് ടേമിലേക്ക് ഇതും നമുക്ക് കയ്യിൽ കരുതാവുന്ന ഒരു ഷെയറാണ് മാരിക്കോ. നമ്മുടെ അടുത്ത ഷെയറാണ് ഗോദ്രേജ് കൺസ്യൂമർ. ഗോദ്രേജ് കൺസ്യൂമറിൻ്റെ ചാർട്ട് നമ്മൾ നോക്കിയാൽ ബുള്ളിഷ് ട്രെൻഡാണ്, എപ്പോഴും ട്രെൻഡാണ്. അതുകൂടാതെ ഇവിടെ ഒരു കറക്ഷൻ നടന്നിട്ടുണ്ട്, ഇവിടെ. അപ്പോൾ ചെറിയ കറക്ഷൻ വന്നാലും അതൊരു ബുള്ളിഷിൽ തന്നെയാണ് ഭാവിയിലേക്ക് പോവുക. ഇവിടെ 2020 ഇവിടെ കറക്ഷൻ വന്നാലും വീണ്ടും ബുള്ളിലേക്ക് പോയി, ഇവിടെയും ചെറിയ കറക്ഷൻ വന്നു, വീണ്ടും പുള്ളി. ഇവിടെ അഥവാ കറക്ഷൻ വരികയാണെങ്കിൽ തന്നെ നമുക്ക് വീണ്ടും ഒരു അപ്സൈഡ് മൊമെൻറ്റം ഇതിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഗോദ്രേജ് കൺസ്യൂമർ എന്ന് പറയുന്ന ഷെയർ. നമ്മുടെ അടുത്ത ഷെയറാണ് ബ്രിട്ടാനിയയുടെ ചാർട്ട്. ബ്രിട്ടാനിയ നമുക്കറിയാം വ്യത്യസ്തമായ ബ്രിട്ടാനിയയുടെ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് നോക്കിയാൽ അറിയാം, വെറൈറ്റി തരം ബിസ്ക്കറ്റുകളാണ് ബ്രിട്ടാനിയയ്ക്ക് ഉള്ളത്. മാരിഗോൾഡ്, ഗുഡ് ഡേ, അങ്ങനെ ബ്രിട്ടാനിയയുടെ നിരവധി പ്രൊഡക്റ്റുകളുടെ ബ്രിട്ടാനിയയുടെ ഒരു 50-50. അതുപോലെ ബ്രിട്ടാനിയയുടെ ഒരു പ്രൊഡക്റ്റും കഴിക്കാത്ത ഒരാൾ ഇന്ത്യയിലും ഉണ്ടാവാൻ വഴിയില്ല. അപ്പോൾ ഇതാണ് ബ്രിട്ടാനിയ, വെറൈറ്റി പ്രൊഡക്റ്റുകളാണ് ബ്രിട്ടാനിയയുടെ ചാർട്ട്. നമ്മൾ നോക്കിയാലും അത് നല്ല രീതിയിലുള്ള ചാർട്ട്, എപ്പോഴും ബുള്ളിഷിലേക്ക് തന്നെ നിൽക്കുന്ന ഒരു ചാർട്ട്. വേണ്ട ലോങ് ടേമിലേക്ക് നമ്മൾ നോക്കിയാൽ ബുള്ളിഷ് തന്നെയാണ് ഈ ചാർട്ട് വ്യൂ കാണുന്നത്. ചെറിയ കറക്ഷൻസ് ഇവിടെയൊക്കെ ഉണ്ടായെങ്കിൽ കൂടിയും ഒരു ബുള്ളിഷ് വ്യൂ തന്നെയാണ് ഇതിൽ ഉള്ളത്. അഥവാ ഇനി മാർക്കറ്റ് ഇടിയുകയാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഒരു കറക്ഷൻ വന്നാലും വീണ്ടും അത് അപ്സൈഡിലേക്കാണ്. അപ്പോൾ ഇതും ലോങ് ടേമിലേക്ക് നമുക്ക് നോക്കാവുന്ന ഒരു നല്ല ഷെയറാണ് ബ്രിട്ടാനിയ. ഇനി നമ്മൾ കൺസ്യൂമർ FMCG സെക്ടർ കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് FMCGയിൽ നമ്മൾ 5 ഷെയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹിന്ദുസ്ഥാൻ ലിവർ, ഡാബർ, മാരിക്കോ, ഗോദ്രേജ് കൺസ്യൂമർ, ബ്രിട്ടാനിയ. അടുത്തത് ഇനി ഓട്ടോമൊബൈലാണ്. ഓട്ടോമൊബൈൽ സെക്ഷനിൽ M&M ആണ് ഉള്ളത്. M&M ഷെയറിൻ്റെ ചാർട്ടാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ബുള്ളിഷ് തന്നെയാണ് ഇതിൽ നമുക്ക് കാണാം. ലോങ് ടേം വ്യൂവിൽ എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ബുള്ളിഷ്, ചെറിയൊരു കറക്ഷൻ ഉണ്ടായിരുന്നു, വീണ്ടും അവിടെ നിന്ന് വീണ്ടും നല്ല രീതിയിൽ കയറി പോയിട്ടുണ്ട്, കയറി നിൽക്കുന്നു. അപ്പോൾ ഒരു നല്ലൊരു കറക്ഷൻ ചിലപ്പോൾ ഇത് ഇത്രയും കയറിയതുകൊണ്ട് നല്ലൊരു കറക്ഷൻ ചിലപ്പോൾ സംഭവിച്ചുകൂടായില്ല. എങ്കിൽ പോലും നമുക്ക് ലോങ് ടേമിലേക്ക് ഇതൊരു നല്ല ഷെയറായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് M&M. പിന്നെ അടുത്ത ഷെയർ നമ്മളെ ഈഷർ മോട്ടേഴ്സാണ്. ഈഷർ മോട്ടേഴ്സും നമുക്കറിയാം നല്ലൊരു ഷെയറാണ്.
ഈഷർ മോട്ടോഴ്സിലും ഒരു ബുള്ളിഷ് വേണം. നമ്മൾ ലോങ് ടേം ചാർട്ട് മന്തിൽ എടുത്തു നോക്കിയാൽ ബുള്ളിഷ് വ്യൂ തന്നെയാണത്. എപ്പോൾ അടിച്ചാലും അത് പ്രോഫിറ്റിലേക്കാണ്. ഇവിടെ നല്ല രീതിയിലൊരു കറക്ഷൻ വന്നിട്ടുണ്ട് എങ്കിൽ പോലും അത് ഇവിടെ നിന്ന് വീണ്ടും കയറിപ്പോയിട്ട് ഇവിടെയും ചിലപ്പോൾ കറക്ഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വീണ്ടും അത് ഒരു അപ്സൈഡ് മൊമെൻറ്റം ഇതിലും പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മുടെ അടുത്ത ഷെയറാണ് സൺഫാർമ നമുക്ക് നോക്കിയാൽ അറിയാം ബുള്ളിഷ് തന്നെയുടെ എപ്പോഴും ബുള്ളിഷ് വ്യൂ തന്നെയുടെ കണ്ട നമ്മൾ ചാർട്ട് നോക്കിയാൽ ബുള്ളിഷ് വ്യൂ ആണ്. ഇവിടെ ഈ ഭാഗത്ത് ഒരു കറക്ഷൻ സംഭവിച്ചെങ്കിൽ കൂടിയും വീണ്ടും ഒരു ബുള്ളിഷ് മൂവിലേക്കാണ് പോയിട്ടുള്ളത്. ഇനി ഇവിടെ ഒരു കറക്ഷൻ വന്നാലും ഒരു കറക്ഷൻ കഴിഞ്ഞിട്ടും നമുക്കൊരു അഥവാ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു കറക്ഷൻ ഉണ്ടായെങ്കിൽ കൂടിയും നമുക്ക് അത് നോക്കിയിട്ട് നല്ലൊരു ബൈ എൻട്രി വരുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ ലോങ് ടേമിലേക്ക് ഇത് പരിഗണിക്കാവുന്നതാണ്. ചിലപ്പോൾ കറക്ഷൻ സംഭവിച്ചു വിടാമെന്നില്ല, ഇത്രയും കയറി നിൽക്കുന്നത് കൊണ്ട്. പിന്നെ മാർക്കറ്റിൽ ഇലക്ഷൻ വരുമ്പോഴും ചിലപ്പോൾ ഒരു കറക്ഷൻ സംഭവിക്കാം, അല്ല ബാഡ് റിസൾട്ടൊക്കെ ആണെങ്കിൽ. അപ്പോഴും നമുക്കൊരു ഇത് ലോങ് ടേമിലേക്ക് കയ്യിൽ കരുതാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. നമ്മുടെ അടുത്ത ഷെയറാണ് മാക്സ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രീസ്. ഇതും നമുക്ക് കയ്യിൽ കരുതാവുന്നതാണ്. ഇതും ലോങ് ടേമിലേക്ക് കയ്യിൽ കരുതാം. ഒരു കറക്ഷൻ വന്നാലും വീണ്ടും അവിടെ നിന്ന് മിക്കവാറും കയറി പോകാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ് മാക്സ് ഹെൽത്ത് കെയർ. അടുത്ത നമ്മൾ IT ആണ്. IT നോക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ ഷെയർ TCS ആണ്. TCSും നമുക്ക് നോക്കിയാൽ ലോങ് ടേം വ്യൂയിലേക്ക് നമുക്ക് നോക്കിയാൽ അറിയാം മുകളിലേക്ക് തന്നെയാണ് സ്റ്റോക്കിൻ്റെ ചാർട്ട് വ്യൂ കാണുന്നത്. ചെറിയ ചെറിയ കറക്ഷൻസ് ഉണ്ടായെങ്കിൽ കൂടി വേണ്ട, ഇവിടെ ഒരു കറക്ഷൻ ഉണ്ടായിട്ടുണ്ട്, ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മേ ബി ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ വീണ്ടും കയറാനായിട്ട് സാധിക്കും. ആസ് പെർ ദ ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇതിൽ ചരിത്രം ആവർത്തിക്കുമ്പോൾ ഇതും വീണ്ടും മുകളിലേക്ക് തന്നെയാണ് ഇതിൻ്റെ വ്യൂ കാണുന്നത്. ഇവിടെ നമുക്കൊരു ഡബിൾ ടോപ്പാണ്, കയറാൻ പറ്റിയിട്ടില്ല. മേ ബി ചിലപ്പോൾ കറക്ഷൻ ഇവിടം വരെയൊക്കെ സംഭവിച്ചാലും ഇവിടെ നിന്ന് കയറി പോകാനുള്ള കപ്പാസിറ്റിയും കാപ്പബിലിറ്റിയും ഈ TCSനും ഉണ്ട്. ഇനി അടുത്ത ഷെയർ നമ്മളെ HCL Tech ആണ്. HCL Tech നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോങ് ടേം വ്യൂയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല കറക്റ്റ് ലോങ് ടേം വ്യൂയിലേക്ക് തന്നെയാണ് സ്റ്റോക്ക്. ഒരു ചെറിയ കറക്ഷൻ ഉണ്ടെങ്കിൽ കൂടി വീണ്ടും കയറും. ഇവിടെ ഇത്രയും കറക്ഷൻ ഉണ്ടായാൽ ചിലപ്പോൾ വീണ്ടും ഒരു കറക്ഷനും കൂടി ചിലപ്പോൾ 1200 വരെ വന്നുവിടാന്നില്ല. അവിടെ നിന്ന് പിന്നെ നമ്മൾ ഒരു ബൈ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അവിടെ നിന്ന് ഒരു ബൈ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടം വരെ കണ്ട ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്, ചിലപ്പോൾ ഇത് ഇവിടം വരെ ടച്ച് ചെയ്തുവിടുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു കൺസോളിഡേഷൻ അവിടെ ഒരു ബൈ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു എൻട്രി എടുക്കാവുന്നതാണ്. ലോങ് ടേമിലായതുകൊണ്ട് നല്ലൊരു പ്രോഫിറ്റ് വരെ നമുക്കിത് കയ്യിൽ വയ്ക്കാവുന്നതാണത്. അതായത് HCL Tech. ഇനി അടുത്ത നമ്മൾ പറയുന്നത് പ്രൈവറ്റ് ബാങ്ക്സ് ആണ് നോക്കാൻ പോകുന്നത്. പ്രൈവറ്റ് ബാങ്ക്സിൽ ആദ്യത്തെ ഷെയർ HDFC ബാങ്ക് ആണ്. അപ്പോൾ HDFC ബാങ്കിലും ഇപ്പോൾ നമുക്ക് നോക്കിയാൽ വ്യക്തമായിട്ട് മനസ്സിലാവും. HDFCയിൽ ഇപ്പോൾ നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് സ്റ്റോക്ക് ബുള്ളിഷ് തന്നെയാണ്, ഏത് സമയത്തും ബുള്ളിഷ് തന്നെയാണ്. ഇവിടെ കൊറോണ ടൈമിൽ ഒന്ന് വീണിട്ടുണ്ട്, അതുകൂടാതെ ഇവിടെ ചെറിയ കറക്ഷൻ, ഇവിടെ വീണ്ടും കറക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. വീണ്ടും ഇവിടെ നിന്ന് ഒരു ബൈ എൻട്രി ഇവിടെ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഇത് നല്ല രീതിയിലൊരു അപ്സൈഡ്, ഇതിന് മുകളിലൊക്കെ നല്ല രീതിയിലൊരു അപ്സൈഡ് ഇതിലും പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ബാങ്ക് കോട്ടക് മഹീന്ദ്ര ബാങ്കാണ്. അപ്പോൾ കോട്ടക് മഹീന്ദ്ര ബാങ്ക് ഇത് ലോങ് ടേമിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സ്റ്റോക്ക് മുകളിലേക്കാണ്. ഇവിടെ ഒരു ചെറിയ കറക്ഷൻ, അത് കൊറോണ ടൈമിൽ, അതുകൂടാതെ ഒരു നാരോ റേഞ്ചിൽ നിൽക്കുകയാണ്. നാരോ റേഞ്ച് മീൻസ് ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ. അപ്പോൾ ഇതിന് മുകളിലൊക്കെ ഒരു ബൈ എൻട്രി ഒക്കെ വരികയാണെങ്കിൽ നല്ല രീതിയിൽ അത് കയറി പോകാനായിട്ട് സാധിക്കും. ലോങ് ടേമിലേക്ക് നമുക്ക് കയ്യിൽ വയ്ക്കാൻ പറ്റിയ ഷെയറുകളിൽ ഒന്നാണ് കോട്ടക് മഹീന്ദ്ര ബാങ്ക്. നമ്മുടെ അടുത്ത ഷെയർ ആക്സിസ് ബാങ്കാണ്. ആക്സിസ് ബാങ്ക് നമുക്ക് നോക്കിയാൽ ചെറിയ ചെറിയ കറക്ഷൻസിലും, അപ്പോൾ പക്ഷെ മൊത്തം വ്യൂ എടുത്തു കഴിഞ്ഞാൽ സ്റ്റോക്ക് മുകളിലേക്കാണ്. ചെറിയ കറക്ഷൻ വന്നു കഴിഞ്ഞാലും കണ്ട ഇവിടെ ഒരു കറക്ഷൻ ഉണ്ടായിട്ടുണ്ട്, ചെറിയ ചെറിയ കറക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്, കണ്ട ഇവിടെ കറക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ കൂടിയും നമ്മൾ ലോങ് ടേമിലേക്ക് എടുക്കുമ്പോൾ ഇത് മുകളിലേക്കാണ് ഇതിൻ്റെ വ്യൂ. അഥവാ ഇവിടെ കറക്ഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ വീണ്ടും അത് മുകളിലേക്ക് നമുക്ക് ധൈര്യമായിട്ട് മേടിക്കാൻ പറ്റിയ ഷെയറാണ് ആക്സിസ് ബാങ്ക് ഷെയർ. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ മേടിക്കണമെന്നല്ല, ഒരു കറക്ഷൻ വരുമ്പോൾ നമുക്കിത് കയ്യിൽ കൂട്ടാവുന്ന പക്ക നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഷെയർസാണ്, അതാണ് പറയുന്നത്. അടുത്തത് നമ്മൾ ICICI ബാങ്കാണ്. ICICI ബാങ്ക് നമുക്ക് നോക്കിയാൽ അറിയാം വ്യക്തമായിട്ട് അപ്സൈഡ് തന്നെയാണ് അതിൻ്റെ ചാർട്ട് വ്യൂ കണ്ട. മന്ത്ലി ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കറക്ഷൻസും ഒക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ചെറിയ കറക്ഷൻസും ഉണ്ടായിട്ട് എങ്കിൽ പോലും മുകളിലേക്കാണ്
ചാർട്ട് വ്യൂ കാണുന്നത്. അപ്പോൾ ഒരു ചെറിയ കറക്ഷൻ ഉണ്ടായാലും അവിടെ നിന്ന് ഇവൻ കയറി പോകാനായിട്ട് സാധ്യത. അടുത്ത നമ്മുടെ കാറ്റഗറി ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. അതിൽ ആദ്യം വരുന്നത് സീമെൻസ് ആണ്. സീമെൻസ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ ചാർട്ട് നമുക്ക് നോക്കിയാൽ അറിയാം. ലോങ് ടേമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള അപ്സൈഡ് തന്നെയാണ് കാണാൻ കഴിയും. അപ്പോൾ ഒരു ചെറിയ കറക്ഷൻ ഉണ്ടായെങ്കിൽ കൂടിയും നമുക്ക് അവിടെ നിന്ന് സ്റ്റോക്ക് വീണ്ടും അപ്സൈഡിലേക്ക് പോകാനായിട്ട് സാധ്യത. അടുത്തത് നമ്മുടെ ഷെയർ ABB ആണ്. ABBയുടെ ചാർട്ടും സീമെൻസിൻ്റെ ചാർട്ടും ഏകദേശം സെയിം തന്നെയാണ്. അതും മുകളിലേക്ക് തന്നെയാണ് വ്യൂ. അടുത്തത് ഹണിവെൽ ഓട്ടോ എന്നൊരു ഷെയറാണ്. ഹണിവെൽ ഓട്ടോ ഇന്ത്യ ലിമിറ്റഡ്. നമ്മൾ ലോങ് ടേമിലേക്ക് എടുത്തുമ്പോൾ നല്ല വ്യൂസ് തന്നെയാണ്. നല്ല രീതിയിലുള്ള അപ്സൈഡ് മൊമെൻറ്റം ആണ് കാണുന്നത്. ഇവിടെ കണ്ട ഇവിടെ കറക്ഷൻ ഉണ്ടായെങ്കിൽ കൂടിയും കണ്ട അതാണ് ഈ പറയുന്നത്. ഇവിടെ ഒരു കറക്ഷൻ ഉണ്ടായിരുന്നു, നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. അവനിവിടെ കുറച്ചാൾ കൺസോളിഡേഷൻ വന്നിട്ട് വീണ്ടും കയറിപ്പോയി കണ്ട. അതുപോലെ ഇവിടെ ഒരു കറക്ഷൻ ഇനിയും ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും ഇതുപോലെ കയറി പോകാനായിട്ട് സാധ്യത കാണുന്നുണ്ട് കണ്ട. ആസ് പെർ ദ ചാർട്ട് പ്രീവിയസ് സ്റ്റഡി നമ്മൾ നോക്കുമ്പോൾ ചരിത്രം വീണ്ടും ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത നമ്മുടെ ഷെയർ ഹൈടെക് പൈപ്സ് ആണ്. ഹൈടെക് പൈപ്സ് അപ്സൈഡ് തന്നെയാണ്. ഒരു കറക്ഷൻ ഇവിടെ വന്നാലും വീണ്ടും ഒരു മുകളിലേക്ക് പോകാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. അടുത്ത് കമ്മോഡിറ്റിയിൽപ്പെട്ട ഒരു ഷെയറാണ് ഹിന്ദാൽക്കോ. ഹിന്ദാൽക്കോയുടെ ചാർട്ട് നമ്മൾ നോക്കിയാൽ അറിയാൻ കഴിയും. എപ്പോഴും അപ്സൈഡ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴും കുറേ നാൾ ഒരു കൺസോളിഡേഷൻ റേഞ്ചിൽ നിന്നിട്ടുണ്ടായിരുന്നു കണ്ട. ഇവിടെ ഒരു കൺസോളിഡേഷൻ ആയിരുന്നു, അതുകൂടെ അത് ബ്രേക്ക് ചെയ്തിട്ട് പോയത് കണ്ട. ഇവിടെ കൺസോളിഡേഷൻ വളരെ നാളുകൾ ഒരു കൺസോളിഡേഷൻ നിന്നിട്ട് വീണ്ടും ബ്രേക്ക് ചെയ്ത് പോയിട്ട് ഉണ്ട്. ഓരോ കറക്ഷൻ കഴിയുമ്പോൾ അതാണ് നമ്മൾ പറയുക. ഇവിടെ ഒരു കറക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ സ്റ്റോക്ക് തീർന്നില്ല, പൊട്ടിപ്പോയൊന്നുമില്ല കണ്ട. ഇത്രയും കറക്ഷൻ ഉണ്ടായിരുന്നു നല്ല രീതി. അതായത് 250 നിന്ന് ആണ് 100 വന്നത് കണ്ട. ഏകദേശം പകുതി കൂടുതൽ താഴ്ന്നു. അതുപോലെ ഇവിടെ നല്ല രീതിയിൽ താഴ്ന്നു. 650 നിന്ന് പകുതി വരെ താഴ്ന്നു കണ്ട. 50% ഇവിടെ കറക്റ്റ് ചെയ്തു. ഇവിടെ 50% കറക്റ്റ് ചെയ്തു. ഇവിടെ 50%-ന് മുകളിൽ ഇവിടെ കറക്റ്റ് ചെയ്തു കണ്ട. 50% മുകളിൽ കറക്റ്റ് ചെയ്തു. എന്നിട്ടും ഇവിടെ നിന്ന് മുകളിലേക്ക് കയറുക. അതുപോലെ ഇവിടെ ചിലപ്പോൾ 50% അഥവാ വന്നു കഴിഞ്ഞാൽ തന്നെ വീണ്ടും അത് കയറി പോകാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. നമ്മുടെ അടുത്ത ഷെയറാണ് ഹാവൽസ് ഇന്ത്യയാണ്. ഹാവൽസ് ഇന്ത്യയുടെ ചാർട്ട് നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും. നല്ല രീതിയിൽ അപ്സൈഡ് തന്നെയാണ് ഷെയർ എപ്പോഴും കാണിക്കുന്നത്. ഒരു കറക്ഷൻ ഉണ്ടായെങ്കിൽ കൂടിയും വീണ്ടും നല്ല രീതിയിൽ കയറി പോകുന്ന ഷെയറാണ്. ഇനി കറക്റ്റ് ചെയ്താലും ഇവിടെ നിന്ന് കയറി പോകാനായിട്ട് സാധിക്കുന്ന ഷെയറാണിത്, ഹാവൽസ് ഇന്ത്യ. അടുത്തത് നമ്മുടെ ഷെയറാണ് ഭാരതി എയർടെൽ. എയർടെലിൻ്റെ ഷെയറും അതെ കുറേ നാൾ കൺസോളിഡേഷൻ ആയിരുന്നു. അതായത് ഹിന്ദാൽക്ക പോലെ കുറേ നാൾ കൺസോളിഡേഷൻ ആയിരുന്നു. അതായത് ഒരു അപ്സൈഡ് ഇവിടെ വന്നു, അതിനുശേഷം കണ്ട ഇവിടെ ഒരു കൺസോളിഡേഷൻ, അതിനുശേഷം നല്ല രീതിയിൽ കയറിപ്പോയി. ഇനിയൊരു കറക്ഷൻ ഉണ്ടായാലും അവിടെ നിന്നും ഇവൻ കയറി പോകാനായിട്ട് ഉള്ള ആംബെയറും അല്ലെങ്കിൽ അതിനുള്ള കഴിവുള്ള ഷെയറാണ് ഭാരതി എയർടെൽ. അപ്പോൾ ഇത്രയും ഷെയർസ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഇടുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ അല്ല മാർക്കറ്റ് ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലൊരു കറക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ലോങ് ടേമിലേക്ക് നമുക്ക് ധൈര്യമായിട്ട് മേടിക്കാൻ പറ്റിയ ഷെയർസാണ് ഈ പറഞ്ഞ ഷെയർസ്. അപ്പോൾ ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷനായിട്ട് കാണരുത് ദയവ് ചെയ്തിട്ട്. അതായത് ഇത്രയും ഉയർന്നു നിൽക്കുന്ന നല്ല ഷെയർസ് പരിചയപ്പെടുത്തിയത് മാത്രം. ബൈയും സെല്ലും നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രോക്കറുമായിട്ടോ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം. നിങ്ങൾക്ക് അങ്ങനെ കൺസൾട്ട് ചെയ്യാൻ ആരുമില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ സ്വയമായ അനലൈസ് ചെയ്തിട്ട് മാത്രമേ ഇത് മേടിക്കാനായിട്ട് പാടുള്ളൂ. കൃത്യമായ സ്റ്റോപ്പ് ലോസ് പോയിന്റും കൃത്യമായ മണി മാനേജ്മെൻറ്റും ഓരോ ഷെയർ മേടിക്കുമ്പോഴും പരിപാലിച്ചിരിക്കണം. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ചുരുക്കുന്നു. അടുത്ത വീഡിയോയിൽ വേറെ നല്ല ടോപ്പിക്കായി വരുന്നത് വരെ ഏവർക്കും നന്ദി, നമസ്കാരം.